ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പടവലങ്ങ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു വലിയൊരു പടവലങ്ങ, ഇത് അധികം മൂക്കാത്ത പടവലങ്ങയാണ്. ഇത് വെച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ: ഒരു സവാള അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, പൊടി ഐറ്റം മഞ്ഞൾപ്പൊടി, കടുക്, ചില്ലി ഫ്ലേക്സ്, മുളക് ചതച്ചത്, ഉണക്കമുളക് ചതച്ചത്, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയാണ് ഈ മെഴുക്കുവരട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കിതൊന്ന് ചെത്തിക്കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പടവലങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് അവിയലിനരിയുന്ന പോലെ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം. നമുക്കിത് ഇത്രയും നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഈ വലിപ്പത്തിലാണ്. നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇതേപോലെ അരിഞ്ഞെടുക്കാം. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അരിഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായി ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. കടായി ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാക്കിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർക്കണം. അങ്ങനെ നല്ല രുചിയായിരിക്കും. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടെ. അതെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇനി ഒരു സവാള അരിഞ്ഞ കറിവേപ്പിലയും 2 പച്ചമുളക് ജീരകം കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് എല്ലാം ചെറുതായി വാങ്ങാം. ചേർക്കാം. അതിന് വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ നോക്കിയ ശേഷം ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അടുത്ത നമുക്കൊന്ന്
2 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം സൈഡിലോട്ട് മാറ്റി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കാം. ഓയിലൊന്ന് ആ മഞ്ഞൾപ്പൊടി ഒന്ന് മൂക്കട്ടെ. മൂത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഈ പടവലത്തിൽ നിന്നും വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ചെറുതായെന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക്, അതായത് ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂണും ചേർക്കാം. നമ്മൾ 2 പച്ചമുളക് ചേർത്തത് കൊണ്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് മതി. ഒരുപാട് എരി വേണ്ട. ഇളക്കിയ ശേഷം നമുക്ക് ഉപ്പും കൂടെ ഒന്ന് നോക്കാം. കുറച്ചുപ്പും കൂടെ ചേർക്കാം നമുക്ക്, ഏകദേശം 1/2 ടീസ്പൂൺ. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് കഴിക്കും. ഒരു 5-6 മിനിറ്റ് വേകട്ടെ. അടപ്പടയ്ക്കൊന്ന് തുറക്കാം. മെഴുക്കുവരട്ടി എല്ലാം ഒരു വിധം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചൊന്ന് തുറന്ന് വെച്ചൊന്ന് മെഴുക്കുവരട്ടി എല്ലാം ഒരു വിധം വെന്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഏകദേശം പടവലങ്ങ മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. പടവലങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് ഉള്ള വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിക്കും. പടവലങ്ങ മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എന്നെയും മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിടണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഇന്നാണ് അതിനൊരു ടൈം കിട്ടി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. പടവലങ്ങ മെഴുക്കുവരട്ടി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. റെഡി ആയിട്ടുണ്ട്.